ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം രാഷ്ട്രീയ ഉന്നതരിലേക്കും. വ്യവസായി വിജേഷ് പിള്ളയുടെ ഇടപാടുകളാണ് കൂടുതൽ ദുരൂഹത ഉയർത്തുന്നത്. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് പരാതി ഒത്തുതീർപ്പാക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി ഇടനില നിന്നതായി സ്വപ്ന സുരേഷ് ആരോപിച്ചയാളാണ് വിജേഷ് പിള്ള. ഹൈറിച്ച് ഉടമയുടെ മറ്റ് ഉന്നത ബന്ധങ്ങളും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനയ്ക്കും സാമ്പത്തിക തട്ടിപ്പുകളിൽ തണലൊരുക്കിയ ഉന്നത രാഷ്ട്രീയ വ്യവസായ മേഖലകളിലെ ഉന്നതരിലേക്ക് അന്വേഷണം നീളുകയാണ്. ഒരു മാസത്തോളം ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ ലഭിച്ചതും തട്ടിപ്പുകളിൽ സംരക്ഷണമൊരുക്കിയതും ഈ കേന്ദ്രങ്ങളാണ്. ഇതിനൊപ്പം വിവാദ യുവ വ്യവസായി വിജേഷ് പിള്ള കൂടി ഉൾപ്പെട്ടതോടെ ഇഡി അന്വേഷണം പുതിയ തലത്തിലേക്കും നീങ്ങുകയാണ്. OTT പ്ലാറ്റ്ഫോം വിൽപ്പനയിലൂടെ ഹൈറിച്ചിൽ നിന്ന് 4.5 കോടി രൂപ വിജേഷ് പിള്ള കൈപ്പറ്റിയിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരായ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇടനിലക്കാരനായി നിന്നതായി സ്വപ്ന സുരേഷ് പരാതിപ്പെട്ടതും ഇതേ വിജേഷ് പിള്ളയ്ക്കെതിരെയായിരുന്നു. തന്റെ OTT പ്ലാറ്റ്ഫോം വഴി സീരീസ് ചെയ്താൽ ലഭിക്കുന്ന കോടികളിൽ 30% വിഹിതമായിരുന്നു സ്വപ്നയ്ക്ക് വാഗ്ദാനം ചെയ്തത്. OTT പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറും വിജേഷ് പിള്ളയിൽ നിന്നാണ് ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത്. എന്നാൽ OTTയിൽ അംഗങ്ങളുടെ എണ്ണം വിജേഷ് പെരുപ്പിച്ചു കാണിച്ചിരുന്നു. രാഷ്ട്രീയ പ്രമുഖരുടെ ഇടനിലക്കാരനെന്ന് സംശയിക്കുന്ന വിജേഷിന് ഹൈറിച്ച് തട്ടിപ്പുകാരുമായുള്ള ബന്ധമാണ് സംശയകരം. ജനം, കൊച്ചി.